ഭാരതീയ ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് നവഗ്രഹങ്ങളിൽ ഏറ്റവും കരുണയുള്ളവനും ശുഭഫലദായകനുമായി കണക്കാക്കപ്പെടുന്നത് ദേവഗുരുവായ വ്യാഴത്തെയാണ്. വിദ്യ, വിവേകം, സമ്പത്ത്, സന്താനം, ഭാഗ്യം എന്നിവയുടെ അധിപനായ വ്യാഴം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്ന വ്യാഴമാറ്റം അല്ലെങ്കിൽ ഗുരുപകർച്ച മാനവരാശിയുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. പ്രപഞ്ചത്തിലെ തമസകറ്റി വെളിച്ചം പകരുന്ന ഗുരുവിനെ പോലെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി പുതിയ പ്രത്യാശകൾ നൽകുന്ന ഗ്രഹമാണ് വ്യാഴം. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം അതിന്റെ ഏറ്റവും ബലവത്തായ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് 2026 മെയ് 30 ഈ സംക്രമണത്തെ ചരിത്രപരവും ജ്യോതിഷപരവുമായി ഏറെ പ്രാധാന്യമുള്ളതാക്കുന്നത്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായി വിശേഷിപ്പിക്കാം. ആകാശമണ്ഡലത്തിലെ 3ാമത്തെ നക്ഷത്രമായ കാർത്തിക സൂര്യന്റെ ആധിപത്യമുള്ളതും അഗ്നിദേവതയായിട്ടുള്ളതുമായ നക്ഷത്രമാണ്. അഗ്നിയുടെ വിശുദ്ധിയും സൂര്യന്റെ തേജസ്സും ഒരേപോലെ സമ്മേളിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ജ്ഞാനത്തിന്റെ പ്രതീകമായ വ്യാഴം അനുകൂല ഭാവത്തിൽ വരുമ്പോൾ അത് ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്കും വഴിതെളിക്കും. കഠിനാധ്വാനികളും സത്യസന്ധരുമായ കാർത്തിക നക്ഷത്രക്കാർ പലപ്പോഴും ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടാറുണ്ട്. എന്നാൽ 2026 ഈ വ്യാഴമാറ്റം അവരുടെ പ്രയത്നങ്ങൾക്ക് അർഹമായ ബലം നൽകുന്ന ഒരു നീതി നടപ്പാക്കൽ കൂടിയായിരിക്കും. ജ്യോതിഷത്തിൽ വ്യാഴമെന്നത് കേവലം ഒരു ഗ്രഹമല്ല, മറിച്ചത് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജത്തിന്റെ സ്രോതസ്സാണ്. ഒരാളുടെ ജാതകത്തിൽ വ്യാഴം എത്രത്തോളം ബലവാനായിരിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തിയുടെ ആത്മബലവും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെട്ടിരിക്കും. 2026 മെയ് മാസത്തിൽ സംഭവിക്കുന്ന ഈ മാറ്റം വഴി വ്യാഴം അതിന്റെ പരമാവധി ശക്തി കൈവരിക്കുന്ന കർക്കടകം രാശിയിലേക്ക് എത്തുമ്പോൾ ലോകമെമ്പാടും വലിയ സാംസ്കാരികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റത്തിന്റെ അലയൊലികൾ കാർത്തിക നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിലും തൊഴിലിലും കുടുംബത്തിലും വലിയ സ്വാധീനം ചെലുത്തും. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ നേതൃത്വ ഗുണമുള്ളവരും വെട്ടിത്തുറന്ന് സംസാരിക്കുന്നവരുമാണ്. സൂര്യന്റെ പ്രഭാവം ഇവരിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മാഭിമാനം കൂടുതലായിരിക്കും. എന്നാൽ കാലാകാലങ്ങളായി സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ തിരിച്ചടികൾ നൽകാറുണ്ട്. ഇത്തരം തടസ്സങ്ങളിൽ നിന്ന് മോചനം നൽകി ആത്മീയമായും ഭൗതികമായും ഉയർച്ച നൽകുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. വ്യാഴം നൽകുന്ന വിവേകവും കാർത്തികയുടെ തീക്ഷ്ണമായ ബുദ്ധിശക്തിയും ഒത്തുചേരുമ്പോൾ അസാധ്യമായ പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. ഈ വ്യാഴമാറ്റ ബലം വിശകലനം ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ടത് വ്യാഴം അനുഗ്രഹത്തിന്റെ ഗ്രഹമാണ് എന്നതാണ്. ജാതകത്തിൽ എത്ര ദോഷമുണ്ടെങ്കിലും വ്യാഴത്തിന്റെ ഒരു ശുഭദൃഷ്ടി പതിഞ്ഞാൽ ആ ദോഷങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിധി. അതിനാൽ തന്നെ 2026 ഈ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ കറുത്ത മേഘങ്ങളെ നീക്കി പ്രകാശപൂർണമായ ഒരു പാത ഒരുക്കുമെന്ന് ഉറപ്പാണ്. വരാനിരിക്കുന്ന ഈ സുപ്രധാന മാറ്റത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും വരാനിരിക്കുന്ന സുവർണാവസരങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും. തൊഴിൽ, വിദ്യാഭ്യാസം, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളെയും സ്പർശിക്കുന്ന ഈ വ്യാഴമാറ്റത്തിന്റെ സൂക്ഷ്മമായ ഫലങ്ങൾ വരും വർഷങ്ങളിലെ നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപരേഖ കൂടിയാണ്. കാർത്തിക നക്ഷത്രം മേടം രാശിയിലും ഇടവം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. കാർത്തിക 1ാം പാദം മേടം രാശിയിൽ വരുന്നു. കാർത്തിക 2, 3, 4 പാദങ്ങൾ ഇടവം രാശിയിലും വരുന്നു. സൂര്യനാണ് നക്ഷത്രനാഥൻ, അഗ്നിയാണ് ദേവത. ഈ നക്ഷത്രക്കാർ പൊതുവെ തേജസ്സുള്ളവരും സത്യസന്ധരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. 2026 വ്യാഴമാറ്റം മേടം രാശിക്കാർക്കും ഇടവം രാശിക്കാർക്കും വ്യത്യസ്തമായ രീതിയിലാണ് അനുഭവപ്പെടുക. അതിനാൽ കാർത്തിക നക്ഷത്രക്കാരെ ഈ 2 വിഭാഗങ്ങളായി തിരിച്ചാണ് വിശകലനം ചെയ്യുന്നത്. കാർത്തിക നക്ഷത്രം മേടക്കൂറ്. മേടക്കൂറിൽ വരുന്ന കാർത്തിക 1ാം പാദക്കാർക്ക് വ്യാഴം മിഥുനത്തിലെ 3ാം ഭാവത്തിൽ നിന്ന് കർക്കടകത്തിലെ 4ാം ഭാവത്തിലേക്ക് മാറുന്നു. 4ാം ഭാവം സുഖസ്ഥാനമാണ്. 4ാം ഭാവത്തിലെ വ്യാഴം തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. എന്നിരുന്നാലും അമിതമായ ജോലിഭാരം മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ശാഖകൾ തുടങ്ങാനോ വിപുലീകരിക്കാനോ അനുകൂലമായ സമയമാണ്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. സമ്പത്തിന്റെ കാര്യത്തിൽ ഈ മാറ്റം മിതമായ ഫലങ്ങൾ നൽകും. 4ാം ഭാവം വീട്, വാഹനം എന്നിവയെ സൂചിപ്പിക്കുന്നതിനാൽ പുതിയ വീട് പണിയുന്നതിനോ ഭൂമി വാങ്ങുന്നതിനോ വാഹനം വാങ്ങാനോ ഈ സമയത്ത് സാധിക്കും. ഇതിനായി ലോണുകൾ എടുക്കേണ്ടി വന്നേക്കാം. അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. മാതാവിനോടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ പിന്തുണ വലിയ ആശ്വാസമാകും. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ മികച്ച സമയമാണ്. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. ഏകാഗ്രത വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം തോന്നുകയും ചെയ്യും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾക്കോ ദഹന പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പാലിക്കുന്നത് ഗുണം ചെയ്യും.
മാനസികമായി സന്തോഷം നിലനിർത്താൻ യോഗയോ ധ്യാനമോ ശീലിക്കുക. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്ക് മാറുന്നു. 3ാം ഭാവം എന്നത് ധൈര്യം, സഹോദരങ്ങൾ, ചെറിയ യാത്രകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇടവക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. എളുപ്പത്തിൽ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ വ്യാഴം ഉച്ചസ്ഥിതിയിലായതുകൊണ്ട് നിങ്ങളുടെ കഴിവും പ്രയത്നവും അംഗീകരിക്കപ്പെടും. എഴുത്ത്, മാധ്യമപ്രവർത്തനം, ആശയവിനിമയം എന്നീ മേഖലകളിലുള്ളവർക്ക് ഈ കാലയളവ് വളരെ ഗുണകരമാണ്. ധനകാര്യ കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട്. വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ കാലയളവിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എന്നിരുന്നാലും സ്വന്തം പ്രയത്നത്തിലൂടെ ധനം സമ്പാദിക്കാൻ പുതിയ വഴികൾ തെളിയും. യാത്രകൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും. അവരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവ വേഗത്തിൽ പരിഹരിക്കപ്പെടും. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാനും അവരിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഠിനമായ പരിശ്രമം ആവശ്യമാണ്. വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കണം. ചെറിയ തോതിലുള്ള അശ്രദ്ധ പരീക്ഷകളെ ബാധിച്ചേക്കാം. കലാകായിക രംഗങ്ങളിലുള്ളവർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കും. കൈകൾ, ചുമലുകൾ, ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. തൊണ്ടവേദനയോ ജലദോഷമോ ഇടയ്ക്കിടെ വരാൻ സാധ്യതയുണ്ട്. യാത്രകൾക്കിടയിൽ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുന്ന ഒരു വർഷക്കാലം കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവായി ചില ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സൂര്യൻ നക്ഷത്രനാഥനായ കാർത്തികക്കാർക്ക് ഈ വ്യാഴമാറ്റം ആത്മീയമായ ഉണർവ് നൽകും. ക്ഷേത്ര ദർശനങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും അവസരമുണ്ടാകും. ഗുരുതുല്യരായ വ്യക്തികളുടെ അനുഗ്രഹം ലഭിക്കും. ജ്യോതിഷം, വേദാന്തം തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ സന്നദ്ധരാകും. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി മനഃശാന്തി ലഭിക്കും. വിവാഹത്തിന് തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് ഈ സമയത്ത് അനുകൂലമായ ആലോചനകൾ വരും. പ്രണയബന്ധങ്ങളിൽ വിശ്വാസ്യത വർദ്ധിക്കും. കുടുംബത്തിന്റെ സമ്മതത്തോടെ വിവാഹം ഉറപ്പിക്കാൻ സാധിക്കും. വ്യാഴമാറ്റത്തിൽ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും കാർത്തിക നക്ഷത്രക്കാർക്ക് ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. വ്യാഴാഴ്ചകളിൽ ഉപവാസമോ ഒരു നേരം ഭക്ഷണമോ കഴിച്ച് വ്യാഴപ്രീതി വരുത്തുക. വ്യാഴത്തിന്റെ അതിദേവത മഹാവിഷ്ണുവാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതോ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഭഗവാനെ അർപ്പിക്കുന്നതോ ഗുണകരമാണ്. പയർവർഗ്ഗങ്ങളോ മഞ്ഞ വസ്ത്രങ്ങളോ നിർധനർക്ക് ദാനം ചെയ്യുക. പുസ്തകങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതും വ്യാഴപ്രീതിക്ക് കാരണമാകും. അധ്യാപകരെയും മുതിർന്നവരെയും ആദരിക്കുക. അവരുടെ അനുഗ്രഹം തേടുക. 2026 മെയ് 30 വ്യാഴമാറ്റം കാർത്തിക നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നതെങ്കിലും വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ദോഷത്തെക്കാൾ കൂടുതൽ ഗുണാനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. മേടക്കൂറുകാർക്ക് ഭൗതികമായ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് അവരുടെ ധൈര്യവും കഴിവും തെളിയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. നക്ഷത്രനാഥനായ സൂര്യന്റെ പ്രഭാവവും വ്യാഴത്തിന്റെ അനുഗ്രഹവും ഒത്തുചേരുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടി മാത്രമാണ്. സ്വന്തം പ്രയത്നവും ഈശ്വരവിശ്വാസവും കൈമുതലാക്കിയാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. ഈ ഫലങ്ങൾ പൊതുവായി ജ്യോതിഷ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹനിലയും ദശാപഹാരങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം.